KSRTC-യിൽ 19 മുതൽ 21 ലക്ഷം യാത്രക്കാർ സഞ്ചരിക്കുന്നുണ്ട്. ഈ സഞ്ചരിക്കുന്നവരുടെ കണക്കാണ് ഇപ്പോ മാനേജ്മെന്റ് നൽകിയിട്ടുള്ളത്. മറന്നു പോരുത്. ഇപ്പൊ അതായത് ഒരു ബസ്സിന് 2 പേരോ 3 പേരോ 3 പേര് വെച്ച് ഓടിക്കുന്നു. 6 ആളിനെ വെച്ചിട്ട് KSRTC ഓടിക്കുന്നു. അത്ര എത്ര ജീവനക്കാരധികോ ഇതിനകത്ത് നഷ്ടം വരും. മറന്നു പോരുത്. നഷ്ടം വരുന്ന മേഖല ഈ പ്രൈവറ്റ് മേഖല. ഒരു ട്രൈബലിൽ 2 ആളെയും വെച്ചുകൊണ്ട് സർവീസ് കൊടുത്തു. ട്രൈബൽ ഏരിയ ഒരു മേഖല സർവീസ് അതൊന്നും സർക്കാർ സഹായിക്കും. UDF-ന്റെ പ്രകടന പത്രിക വരുന്ന സമയത്ത് ഒരു ബസ് ഓപ്പറേറ്റേഴ്സ് ആയിട്ടോ KSRTC ആയിട്ടോ ഒന്നും ചർച്ച ചെയ്തിട്ടില്ല. അവര് നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനം 7000-ഓളം വരുന്ന ആളുകൾ സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. ഇതെല്ലാം നേരെ KSRTC-യിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന സ്വകാര്യ ബസ് ജീവനക്കാരായ ആളുകളുണ്ട്. എല്ലാ സാധാരണക്കാരായ ആളുകളാ. അവരുടെ വീട്ടിലും ഭാര്യമാരും കുട്ടികളും ഉണ്ട്. അപ്പൊ അവരുടെ നാളെ അവർക്ക് ഒരു ജീവിത ചെലവിന് വേണ്ടി അവരെന്ത് ചെയ്യും? അവർക്ക് തൊഴിലില്ലാണ്ടായപ്പോ എന്ത് ചെയ്യും? അവര് സ്ത്രീകളാണ്, അതിൽ കുട്ടികളുണ്ട്. ഗവൺമെന്റ് പോളിസിയാണ്. ഗവൺമെന്റ് ആശങ്കപ്പെടുന്ന ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.